ഹായ് ഓൾ, വെൽക്കം ടു ഈ പഠിപ്പുര. LDC ഡെയിലി ക്യാപ്സൂളിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒന്നാം പഞ്ചവത്സര പദ്ധതി, രണ്ടാം പഞ്ചവത്സര പദ്ധതി എന്നിവയെക്കുറിച്ചാണ്. നമുക്ക് ആദ്യം ഒന്നാം പഞ്ചവത്സര പദ്ധതിയെക്കുറിച്ച് നോക്കാം. ഇന്ത്യയിലെ ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് എന്ന് പറയുന്നത് 1951-നും 1956-നും ഇടയ്ക്കുള്ള 5 വർഷമാണ്. ഈ പദ്ധതി പാർലമെന്റിൽ അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആയിരുന്നു. 1951 ഏപ്രിൽ 1-ന് ആരംഭിച്ച പദ്ധതി പ്രാധാന്യം നൽകിയത് പ്രധാനമായിട്ടും കൃഷി, അതുപോലെ ജലസേചനം, അതുപോലെ വൈദ്യുതീകരണം, അതുപോലെ കുടുംബാസൂത്രണം എന്നിവയ്ക്കാണ്. അപ്പോൾ 51 ഏപ്രിൽ 1-നാണ് പദ്ധതി ആരംഭിച്ചത്. കൃഷിക്കും ജലസേചനത്തിനും അതുപോലെ വൈദ്യുതീകരണത്തിനും അതുപോലെ കുടുംബാസൂത്രണത്തിനുമാണ് പ്രാധാന്യം കൊടുത്തത്. ഒന്നാം പഞ്ചവത്സര പദ്ധതിയെ നമുക്ക് കാർഷിക പദ്ധതി എന്നോ ഹരോഡ് ഡോമർ മോഡൽ എന്നും അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഒന്നാം പഞ്ചവത്സര പദ്ധതി അറിയപ്പെടുന്നത് ഏത് പേരിലാണ്, അല്ലെങ്കിൽ ഹാരോഡ് ഡോമർ മോഡൽ എന്നറിയപ്പെടുന്നത് ഒന്നാം പഞ്ചവത്സര പദ്ധതിയാണ്. അതുപോലെ കാർഷിക പദ്ധതി എന്നറിയപ്പെടുന്നത് എന്ത് എന്ന് ചോദിച്ചാൽ അതും ഒന്നാം പഞ്ചവത്സര പദ്ധതിയാണ്. ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത് സ്ഥാപിതമായ ചില പ്രധാനപ്പെട്ട സംഭവങ്ങൾ നോക്കാം. ഒന്ന്, യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. അതുപോലെ 5 IIT-കൾ ഈ ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത് സ്ഥാപിക്കപ്പെട്ടു. നമ്മുടെ കേരളത്തിലുള്ള തോട്ടപ്പള്ളി സ്പിൽവേ സ്ഥാപിക്കപ്പെട്ടത് ഈ കാലത്താണ്. ബക്രാനങ്കൽ, അതുപോലെ ഹിരാക്കുഡ്, അതുപോലെ ദാമോദർ വാലി എന്നീ വൻകിട ജലസേചന പദ്ധതികളും ആരംഭം കുറിച്ചത് ഈ കാലഘട്ടത്തിലാണ്. ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത് ആരംഭിച്ച സാമൂഹിക ക്ഷേമ പദ്ധതികൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ, ഒന്ന്, സാമൂഹിക വികസന പദ്ധതി 1952-ൽ, ദേശീയ വികസന സമിതി 1952-ൽ. നമ്മുടെ ഈ സാമൂഹിക വികസന പദ്ധതി നമ്മൾ നേരത്തെ പറഞ്ഞു 1952-ലാണ്. അതൊന്ന് എടുത്തു പറയുന്നത് 1952 ഒക്ടോബർ 2-നാണ് സാമൂഹിക വികസന പദ്ധതി ആരംഭിച്ചത്. ഈ പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഗ്രാമങ്ങളിലെ ഭൗതികവും മാനുഷികവുമായ വിഭവങ്ങളുടെ പരിപൂർണമായ വികസനം. 2.1% ഒന്നാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യമിട്ടതെങ്കിലും അത് 3.1% വളർച്ചാ നിരക്ക് കൈവരിക്കാൻ സാധിച്ചു എന്നത് അന്നത്തെ നേട്ടമായിരുന്നു. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കരട് തയ്യാറാക്കാൻ പ്രധാന പങ്കുവഹിച്ച മലയാളി ആര് എന്നോ ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ആമുഖം തയ്യാറാക്കിയ വ്യക്തി ആരെന്നോ ചോദിച്ചാൽ അത് KN രാജ് ആണെന്ന് മറക്കണ്ട. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ആമുഖം തയ്യാറാക്കിയതാരെന്നോ പഞ്ചവത്സര പദ്ധതിയുടെ കരട് തയ്യാറാക്കാൻ പ്രധാന പങ്കുവഹിച്ച മലയാളി ആരെന്നോ ചോദിച്ചാൽ KN രാജ്. ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ ഏറ്റവും കുറവായത് ഏത് പഞ്ചവത്സര പദ്ധതിയിൽ എന്ന് ചോദിച്ചാൽ അത് ഒന്നാം പഞ്ചവത്സര പദ്ധതിയിലാണ്. ആദ്യത്തെ പഞ്ചവത്സര പദ്ധതിയുടെ ആകെ ചെലവായിട്ട് കണക്കാക്കപ്പെടുന്നത് 2378 കോടി രൂപയാണ്. അപ്പൊ ഇതാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. എല്ലാ പരീക്ഷയ്ക്കും പ്രതീക്ഷിക്കാവുന്നതാണ് ഈ പദ്ധതികൾ. അടുത്ത് നേരെ നമുക്ക് പോകാം രണ്ടാം പഞ്ചവത്സര പദ്ധതി. രണ്ടാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത് 1956 മുതൽ 61 വരെയുള്ള കാലഘട്ടത്തിലാണ്, അല്ലെങ്കിൽ 5 വർഷമാണ്. അപ്പൊ രണ്ടാം പദ്ധതിയുടെ കാലയളവ് 1956-നും 1961-നും ഇടയിലാണ്. ഈ പദ്ധതി ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തത് ഒന്ന് വ്യവസായവൽക്കരണത്തിനും രണ്ടാമത്തേത് ഗതാഗത വികസനത്തിനുമാണ്. അപ്പൊ രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രാധാന്യം വ്യവസായവൽക്കരണവും ഗതാഗത വികസനവും. വ്യവസായിക പദ്ധതി എന്നോ മഹലനോബിസ് മാതൃക എന്നോ അറിയപ്പെട്ടിരുന്ന പദ്ധതിയാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി. അപ്പൊ രണ്ടാം പഞ്ചവത്സര പദ്ധതി അറിയപ്പെട്ടിരുന്ന 2 പേരുകൾ, ഒന്ന് വ്യവസായിക പദ്ധതി, രണ്ടാമത്തേത് മഹലനോബിസ് മാതൃക എന്നതാണ്. രണ്ടാം പഞ്ചവത്സര പദ്ധതിയിൽ ഊന്നൽ ലഭിച്ച സമ്പദ് വ്യവസ്ഥ ചോദിച്ചാൽ മിശ്ര സമ്പദ് വ്യവസ്ഥയാണ്. ഒരു 3-ൽ കൂടുതൽ പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഒരു ഉപയോഗിക്കുവാണ്. രണ്ടാം പഞ്ചവത്സര പദ്ധതിയിൽ ഊന്നൽ ലഭിച്ച സമ്പദ് വ്യവസ്ഥയാണ് മിശ്ര സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത്. 1955-ല് കോൺഗ്രസിന്റെ ആവടി സമ്മേളനത്തിൽ അംഗീകരിച്ച സോഷ്യലിസ്റ്റ് സമൂഹത്തെ വാർത്തെടുക്കുക എന്ന ഉദ്ദേശവും കൂടി ഉൾപ്പെടുന്ന ഒരു പദ്ധതിയാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത്. തൊഴിലില്ലായ്മ കുറയ്ക്കുക, അതുപോലെ ദേശീയ വരുമാനം ഉയർത്തുക എന്നിവ ഈ രണ്ടാം പദ്ധതിയുടെ ഉപലക്ഷ്യങ്ങളായിരുന്നു. വ്യവസായികവൽക്കരണവും ഗതാഗത വികസനവുമാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി പ്രാധാന്യം കൊടുത്തതെങ്കിലും തൊഴിലില്ലായ്മ കുറയ്ക്കുക എന്നതും ദേശീയ വരുമാനം ഉയർത്തുക എന്നതും രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ 2 ഉപലക്ഷ്യങ്ങളായിരുന്നു എന്ന പോയിന്റും മനസ്സിലാക്കി വെക്കുക.
രണ്ടാം പദ്ധതി കാലത്ത് നിർമ്മിച്ച ഇരുമ്പുരുക്ക് ശാലകളാണ് ഒന്ന് ദുർഗാപൂർ പശ്ചിമ ബംഗാളില് ബ്രിട്ടീഷ് സഹായത്തോടെ തുടങ്ങിയത്. രണ്ട് ഭിലായ് ഛത്തീസ്ഗഡ്, അത് റഷ്യൻ സഹായത്തോടെ തുടങ്ങിയത്. മൂന്നാമത്തത് റൂർക്കേല, അത് ഒഡീഷയിൽ ജർമ്മൻ സഹായത്തോടെ തുടങ്ങി. മറക്കരുത്, വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് പരീക്ഷയുടെ സ്ഥിരം ചോദ്യവുമാണ്. ദുർഗാപൂർ ബ്രിട്ടീഷ് സഹായത്താല്, ഭിലായ് റഷ്യൻ സഹായത്താല്, റൂർക്കേല ജർമ്മൻ സഹായത്താൽ. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്, നമ്മൾ ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലയളവിൽ ആരംഭിച്ച പക്രാനങ്കൽ പദ്ധതിയും ഹിരാക്കുട്ട് പദ്ധതിയും പൂർത്തീകരിച്ചത് രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് എന്ന പോയിന്റ് മറക്കണ്ട. 4.5 വളർച്ചാ നിരക്ക് ലക്ഷ്യം വെച്ച രണ്ടാം പദ്ധതി ഏകദേശം 4.3% വളർച്ച കൈവരിച്ചു. അപ്പോൾ 4.5% വളർച്ചാ നിരക്ക് ലക്ഷ്യം വെച്ച രണ്ടാം പഞ്ചവത്സര പദ്ധതിക്ക് 4.3% അല്ലെങ്കിൽ 4.2 സംതിങ് ആണ്, അത് 3 എന്നും പറയാറുണ്ട് കേട്ടോ, 2.7 ആണ്. അപ്പോൾ 4.3% വളർച്ച കൈവരിച്ചു. ഇനി രണ്ടാം വ്യവസായിക നയം പ്രഖ്യാപിച്ച വർഷം എന്ന് ചോദിച്ചാൽ അത് 1956-ലാണ്. അപ്പോൾ രണ്ടാം വ്യവസായിക നയം പ്രഖ്യാപിക്കപ്പെട്ട വർഷം ചോദിച്ചാൽ അത് 1956-ആണ്. അപ്പോൾ നമ്മൾ ഒന്നാം പഞ്ചവത്സര പദ്ധതിയും രണ്ടാം പദ്ധതിയും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക പരമാവധി. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഈ പഠിപ്പുര ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. നമുക്കൊരു ടെലഗ്രാം ഗ്രൂപ്പ് ഉണ്ട്, നമ്മൾ ഇതിൻ്റെ നോട്ട് ഞാൻ ടെലഗ്രാം ഗ്രൂപ്പിൽ ഇട്ടേക്കാം. അപ്പോൾ മറ്റൊരു സെക്ഷനിൽ കാണുന്നവരേക്കും ബൈ, താങ്ക് യു.